വീണ ജോർജ് എന്ന് പറഞ്ഞ മന്ത്രിയല്ല ഈ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടർ അല്ല ഒരു രോഗിയുടെ വയറ്റിൽ കത്രിക വെച്ച് മറന്നു. അതെ, അവർ മന്ത്രിയാകുന്നതിന് മുമ്പ് നടന്ന സംഭവം കൂടിയാണ്. അതെ, അതെ, അതെ. പക്ഷേ എന്നാൽ പോലും അതിൻ്റെ ഒരു ധാർമ്മികമായ അല്ലെങ്കിൽ രാഷ്ട്രീയമായ ഉത്തരവാദിത്തത്തിൽ വീണ ജോർജിന് ഒഴിഞ്ഞു മാറാൻ പറ്റിയില്ല. കാരണം ഒന്നാം പിണറായി സർക്കാരിൻ്റെ തുടർച്ചയാണ് രണ്ടാം പിണറായി സർക്കാർ. അപ്പോൾ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലാവധി കഴിഞ്ഞ് രണ്ടാം പിണറായി സർക്കാർ അധികാരമേൽക്കുന്നതിന് മുമ്പ്, അതായത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് റിസൾട്ട് വന്നതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് ഈ സംഭവം നടക്കുന്നത്. അതെ. അപ്പോൾ അതുകൊണ്ട് ഏത് സർക്കാരിൻ്റെ കാലത്താണ് ഏത് മന്ത്രിക്കാണെന്നൊന്നും പറയുന്നതിൽ കഥയില്ല. പക്ഷേ നമ്മുടെ കേരളത്തിലെ ആരോഗ്യ മേഖലയുടെ കെടുകാര്യസ്ഥതയുടെ അല്ലെങ്കിൽ പിടിപ്പുകേടിൻ്റെ ഉത്തരവാദിത്വമില്ലായ്മയുടെ ഒരു സൂചകമായിട്ട് നമുക്ക് ഇതിനെടുക്കാം, ഒരു ദൃഷ്ടാന്തമായിട്ട് എടുക്കാം. ഓക്കെ. അതിപ്പോൾ ശൈലജ ടീച്ചർ മന്ത്രിയായിരിക്കുമ്പോഴാണോ വീണ ജോർജ് മന്ത്രിയായിരിക്കുമ്പോഴാണോ അല്ല ഇനി UDF സർക്കാരിൻ്റെ കാലത്ത് വാങ്ങിച്ച കത്രികയാണോ എന്നൊന്നും ചർച്ച ചെയ്യുന്നതിൽ കാര്യമില്ല. ഇതുപോലെയുള്ള സംഭവങ്ങൾ ഞാൻ വളരെ ഉത്തരവാദിത്തോടെ പറയാം സ്വകാര്യ മേഖലയിലുള്ള ആശുപത്രികളിൽ നടക്കുന്നുണ്ട്. ഞാൻ തന്നെ നടത്തിയിട്ടുള്ള ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നതായ പല വ്യവഹാരങ്ങളിലും ഇതുപോലുള്ള സംഭവങ്ങളുണ്ട്. ഇപ്പോൾ കോട്ടയത്ത് കന്യാസ്ത്രീകളുടെ ഒരു പ്രധാനപ്പെട്ട ആശുപത്രി, അവിടെ ഒരു ഗർഭിണി പ്രസവത്തിന് വേണ്ടി ചെന്നാണ്, രണ്ടാമത്തെ പ്രസവമാണ്. ഇവരുടെ വയറ്റിൽ മോപ്പ് വെച്ച് മറന്നു. മോപ്പെന്ന് പറയുന്നത് ഈ തൂവാല പോലത്തെ ഒരു സാധനമാണ്. അത് രക്തം ഇത് സിസേറിയൻ നടത്തുമ്പോൾ രക്തം പൊടിയുന്നത് തുടക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അത് നിശ്ചിത എണ്ണം കൊണ്ടുപോകും, അത് ബാക്കി വരുമ്പോൾ എത്ര ഉണ്ടെന്ന് എണ്ണി നോക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. കത്രികയാണെങ്കിലും മറ്റ് സാധനങ്ങളൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. ഈ മോപ്പ് വെച്ച് മറന്നുപോയി. 5-8 ദിവസം കഴിയുമ്പോൾ ഇവർക്ക് ഭയങ്കര വേദനയായി. അപ്പോൾ ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ കന്യാസ്ത്രീയാണ്. കന്യാസ്ത്രീ പറഞ്ഞ് അത് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ദഹിക്കാത്ത വല്ല ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞ് മടക്കി അയച്ചു. പിന്നീട് അവർ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചെന്ന് വിദഗ്ധ പരിശോധന നടത്തിയപ്പോഴാണ് ഭയങ്കരമായ വേദന വർദ്ധിച്ച് ആകെ കുഴപ്പമായി. അപ്പോഴാണ് കാര്യം മനസ്സിലായത് ഇത് മോപ്പ് വെച്ച് മറന്നുപോയതാണ്. അപ്പോൾ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരടക്കം ഈ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറെ സഹായിക്കുന്നതിനുള്ള നിലപാടെടുത്ത്, പക്ഷേ ഇവർ കൃത്യമായിട്ട് അതിനുള്ള സജ്ജീകരണങ്ങൾ ചെയ്തുകൊണ്ട് സംവിധാനങ്ങൾ ഒരുക്കിയതുകൊണ്ട് മോപ്പ് അകത്തുണ്ടായിരുന്നുള്ള പിന്നീട് പുറത്തു വന്നു. ആർക്കും നിഷേധിക്കാൻ പറ്റാത്തൊരു രഹസ്യമായിട്ട് മാറി. അപ്പോൾ ഇങ്ങനത്തെ വീഴ്ചകൾ സ്വകാര്യ ആശുപത്രിയിൽ അതും വലിയ പണം ആളുകളിൽ നിന്ന് കൈപ്പറ്റുന്ന ആശുപത്രികൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു വലിയ പഞ്ചനക്ഷത്രം എന്ന് പറഞ്ഞാൽ പോരാ, സപ്തനക്ഷത്ര ആശുപത്രിയിൽ 8 മാസം പ്രായമുള്ളൊരു കുഞ്ഞ് ചികിത്സയ്ക്ക് എന്നിട്ട് ആ കുട്ടിക്ക് 8.5 മില്ലി ലിറ്റർ ഒരു പ്രത്യേക മരുന്ന് കുത്തിവെക്കാനാണ് ഡോക്ടർ എഴുതി. അതെ. അവിടുത്തെ വിദഗ്ധയായ നേഴ്സ് 85 മില്ലി ലിറ്റർ ഈ കുട്ടിയുടെ മേൽ കുത്തിക്കയറ്റി. ഒന്ന് ആലോചിച്ചു. ആ കുട്ടി മരിച്ചില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ അത്ഭുതം. കാരണം അതുപോലത്തെ കെടുകാര്യസ്ഥത ഈ ആരോഗ്യ മേഖലയിൽ സ്വകാര്യ മേഖലയിലുണ്ട്, സർക്കാർ മേഖലയിലുമുണ്ട്, മെഡിക്കൽ കോളേജിലുണ്ട്, ജില്ലാ ആശുപത്രികളിലുമുണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ട്. ഞാൻ പറയുന്നത് ഈ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോകുന്നവർ ആയുസ്സിന് ബലമുണ്ടെങ്കിൽ തിരിച്ചു വരും എന്നുള്ളതാണ് സത്യം. ഒരിക്കലും മെഡിക്കൽ നെഗ്ലിജൻസ് കേസിൽ സാക്ഷി വെച്ചിരിക്കുമ്പോൾ ഞാൻ ഏറ്റവും അവസാനത്തെ ചോദ്യം എഴുതി വെച്ചപ്പോൾ ഇയാൾ ഈ സർജറിക്ക് പോകാതെ ഇരുന്നെങ്കിൽ ഒരു 10-15 കൊല്ലമൊക്കെ ആയുരാരോഗ്യത്തോടെ കൈ വീശി നടക്കുമായിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ ആ സത്യസന്ധനായ ഡോക്ടർ കൂട്ടിൽ നിന്ന് നൽകിയ ഉത്തരം അങ്ങനെ തന്നെ സംഭവിക്കുമായിരുന്നു, അയാൾ ജീവിച്ചിരിക്കുമായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഈ ഡോക്ടറുടെ വക്കീലിന് മനസ്സിലായി സംഗതി അപകടമുണ്ട്. പുള്ളി ചാടി കയറി പറഞ്ഞു, ഇല്ല സാക്ഷിക്ക് ചോദ്യം മനസ്സിലായില്ല. സാക്ഷി കൂട്ടിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ചോദ്യം മനസ്സിലായി, ഈ സർജറി നടത്തിയില്ലായിരുന്നെങ്കിൽ അയാൾ പിന്നെ കുറേ നാൾ കൂടി ജീവിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ കോടതിയിലുള്ള എല്ലാ ആൾക്കാരും കൂട്ടച്ചിരിയായി. കാരണം എന്താ വെച്ചാൽ സംഭവം മനസ്സിലായില്ലേ. അതുവരെയുള്ള ഉത്തരങ്ങളെ കൊണ്ട് ഈ ചോദ്യത്തിനുള്ള ഉത്തരം വ്യക്തമായിരുന്നു. പക്ഷേ എന്നാൽ പോലും ആ പുള്ളി ആ കാര്യത്തിൽ സത്യസന്ധത പുലർത്തി എന്നുള്ളതാണ്. എറണാകുളത്തുള്ളൊരു പ്രധാനപ്പെട്ട സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അതിക്രമങ്ങൾ എല്ലായിടത്തും നടക്കുന്നുണ്ട്. ഞാനിതിനെ ഈ ആലപ്പുഴയിലുണ്ടായ സംഭവത്തെ ലഘൂകരിച്ച് പറഞ്ഞല്ല,